ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിച്ച പോലൊക്കെ നടക്കണമെന്നില്ല. ഫാമൊക്കെ വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി, പക്ഷേ ഒരു ഫാമിലും കിട്ടിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ചൂടൊക്കെ ആണല്ലോ, എല്ലാ ഫാമിലും കൃഷിയൊക്കെ അവസാനിപ്പിച്ച ഒരു ഉണങ്ങിയ കാലാവസ്ഥയൊക്കെയാണ്. പിന്നെ പോയ സ്ഥിതിക്ക് ആ ഏരിയയൊക്കെ ഒന്ന് അരിച്ചു പറക്കി വായി നോക്കി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ റോഡിൽ കണ്ട കുറച്ച് ചെടിയും മരവും പൂക്കളും ഒക്കെ ആയിട്ട് കുറേ സമയം ചിലവാക്കി. ഇടവഴികൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ തന്നെ ഇടവഴികളൊക്കെ ഉണ്ട്, കാട്ടുവഴികളെന്നൊക്കെ പറയാം. നാട് ഒരിക്കലും മിസ് ചെയ്യാറില്ല ഈ പച്ചപ്പിൽ. ഇത് കാഫ് മരം തന്നെയാണല്ലോ. ഇത് കണ്ടോ പട്ടുനൂൽപ്പുഴു ഇല്ലേ നമ്മുടെ, പട്ടുനൂൽപ്പുഴു ഇല്ലേ, അതിന്റെ കൂട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നോക്കി ഇഷ്ടം പോലെ സത്യത്തിൽ ഗാഫ്ട്രിയ. പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഒറിജിനൽ ഗാഫ്ട്രി ഇതാണ്, ഗാഫ്ട്രിയുടെ കായ് ഇതുപോലെ ഇരിക്കുന്നതാണ്. പക്ഷെ അപ്പോൾ അതെന്താണ്? വേപ്പുമരം പോത്ത് നിൽക്കുന്നു. വേപ്പുമരം കാണുമ്പോൾ ചിക്കൻ പോക്സ് ഓർമ്മ വരുന്ന ആരെങ്കിലും ഉണ്ടോ? പിന്നെ എരിക്ക്, ഔഷധം നിറഞ്ഞ മരം. ഇത് കണ്ടിട്ട് ലാവൻഡർ ആണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ അതേ ഒരു മണമൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് രാജമല്ലി എന്നാണ് തോന്നുന്നു പറയുന്നത്. രാജമല്ലി പൂക്കളാണ്. ഇതിനെ പല കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ മഞ്ഞ കളറിലാണ്. പിന്നെ ഞങ്ങൾ കൊച്ചിലൊക്കെ കളിക്കുവരുന്നത് ഇത് വെച്ചിട്ട്, ഇതിൻ്റെ അകത്തൊരു കായുണ്ട്, കുരു, ഇതിൻ്റെ അകത്തെ കുരു. കുരുവും വെച്ച് എന്തോ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉണങ്ങി നിൽക്കുക. ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഭാഗ്യമുള്ള കുട്ടികളാണെന്ന് എന്നോട് എൻ്റെ പല ഫ്രണ്ട്സും പറയാറുണ്ട് കേട്ടോ. ഈ പച്ചപ്പും കിളിയും പുഴയും അരുവിയും പാമ്പും അണ്ണാനും അങ്ങനെ എല്ലാം നമ്മൾ നാട്ടിൽ കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു മരുഭൂമിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. ഇന്ന് കായ്ക്കളൊന്നും കിട്ടിയില്ല, പൂക്കളായിരുന്നു. പലതരത്തിലുള്ള പൂക്കൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആർക്കേനും കൊടുക്കാം.